ഹലോ, ഐ ആം നാഫിയ ഫ്രം ജോവീസ് പെർഫെക്റ്റ് അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ സ്പീക്കിംഗ് ടാസ്കിലെ പുതുതായിട്ട് ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടാസ്കിനെ കുറിച്ചിട്ടാണ്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 7 കഴിഞ്ഞപ്പോൾ, അതായത് 2025 ഓഗസ്റ്റ് 7 കഴിഞ്ഞപ്പോൾ സ്പീക്കിങ്ങിലേക്ക് ആഡ് ഓൺ ആയിട്ട് 2 ടാസ്കുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, അനദർ വൺ ഇസ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന സ്പീക്കിംഗ് ടാസ്കിൽ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് ചെയ്യേണ്ടത്, ടാസ്കിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയാസാണ് നമ്മൾ പറയുന്നത്. ടാസ്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ സ്കിപ്പ് ചെയ്യാതെ കാണുക. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഇപ്പോൾ പുതുതായിട്ട് വന്നതുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക് ആയതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഓരോരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോർ നന്നായിട്ട് പോകുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ഇതൊരു ഇൻ്റഗ്രേറ്റഡ് ടാസ്കും കൂടി ആയതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ മറ്റുള്ള ടാസ്കിനെ അപേക്ഷിച്ച് ഇച്ചിരി കൂടി കൂടുതൽ പുതുതായതുകൊണ്ട് തന്നെ നമ്മളതനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രാക്ടീസിങ്ങിലൂടെയും പറയുന്ന കാര്യങ്ങൾ കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് തന്നെ പോവുക. അപ്പോൾ ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ഫ്രം സ്പീക്കിംഗ് മൊഡ്യൂൾ. ഓക്കെ, ഇനി ടാസ്ക് എന്താണെന്നതിനെ കുറിച്ചൊന്ന് പറയാം. ടാസ്ക് ഓവർവ്യൂ, ദാറ്റ് ഈസ് ഇൻ ദിസ് ടാസ്ക് you listen to a group discussion and give a spoken summary of the main idea. Okay, അപ്പോൾ ഈ ഒരു ടാസ്കിനകത്ത് നമ്മൾ ഓഡിയോ കേൾക്കും, ഓഡിയോ വിച്ച് കണ്ടെയ്ൻസ് എ ഗ്രൂപ്പ് ഡിസ്കഷൻ. ഓക്കെ, സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനകത്ത് എന്താണ്, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആണ് ആ ഒരു ഓഡിയോയിൽ ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ആ ഓഡിയോയിൽ കേൾക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ അതിൽ നിന്നുള്ള മെയിൻ ഐഡിയാസ് സമ്മറൈസ് ചെയ്ത് നമ്മൾ പറയുകയാണ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ സ്പീക്കിംഗ് ആയതുകൊണ്ട് എന്തായാലും നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു സ്കില്ലാണല്ലോ ചെയ്യുന്നത് അവിടെ അല്ലേ. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ കേട്ടിട്ട് അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ് നമ്മൾ സമ്മറൈസ് വിച്ച് മീൻസ് നമ്മളേതായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പോയിന്റ്സ് എല്ലാം തന്നെ ആഡ് ഓൺ ആക്കിയിട്ട് നമ്മൾ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് മെയിൻലി ടാസ്ക് വരുന്നത്. അതിൻ്റെ ഫോർമാറ്റ് പറയാം സ്കിൽ ടെസ്റ്റ്. ഈ ഒരു ടാസ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് സെഷനും കൂടിയിട്ടാണ്, ലിസണിങ് മൊഡ്യൂളിലേക്കും കൂടി നമുക്ക് സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്ന ടാസ്കും കൂടിയാണ് ലിസണിങ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൽ നമ്മൾ അനലൈസ് ചെയ്യുന്ന 2 സ്കില്ലുകളാണ് ലിസണിങ്ങും സ്പീക്കിങ്ങും. അതുകൊണ്ടാണ് ഇൻ്റഗ്രേറ്റഡ് സെഷൻ എന്ന് പറഞ്ഞത്. ദെൻ ടൈം ടു സ്പീക്ക്. സാധാരണ നമ്മൾ സ്പീക്കിങ്ങിലെ മൊഡ്യൂൾസിൽ സെഷൻസിനകത്ത് നമുക്ക് 40 സെക്കൻഡ്സ് ആണ്. ഇപ്പോൾ ഡിസ്ക്രൈബ് ഇമേജ് ആയാലും അതുപോലെ തന്നെ റീറ്റൽ ലെക്ചർ ആയാലും റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ ഒക്കെ ആയാലും അത് നമുക്ക് 40 സെക്കൻഡ്സ് ഓഫ് റെക്കോർഡിംഗ് ടൈമാണ് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു ടാസ്കിൽ റെക്കോർഡിംഗ് ടൈം വരുന്നത് നമുക്ക് 2 മിനിറ്റ് സമയമാണ്. 2 മിനിറ്റ് ആണ്, സെക്കൻഡ് അല്ല. ബാക്കി എല്ലാത്തിലെല്ലാം നമുക്ക് 40 സെക്കൻഡ്സ് വീതമായിരുന്നു, 40 സെക്കൻഡ് വീതമായിരുന്നു നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള ടൈം വന്നിരുന്നത്. പക്ഷേ ഈ ഒരു ടാസ്കിൽ നമുക്ക് 2 മിനിറ്റ് ടൈമാണ് റെക്കോർഡ് ചെയ്യാനുള്ളത്. ദെൻ നമ്പർ ഓഫ് സ്പീക്കേഴ്സ് വിച്ച് മീൻസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോൾ നമുക്കറിയാം ഒരാളല്ലായിരിക്കും, ഒന്നിൽ കൂടുതൽ പേഴ്സൺസ് അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ടാവും. നമ്പർ ഓഫ് സ്പീക്കേഴ്സ് ദാറ്റ് ഈസ് മോർ ദാൻ 1, മേ ബി 3 സ്പീക്കേഴ്സ് ആണ് ബേസിക്കലി ഉണ്ടാവുന്നത്. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് ഇതിനകത്തുനിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 2 or 3 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ലിസണിങ് ആൻഡ് സ്പീക്കിംഗ് സ്കിൽ ടെസ്റ്റഡ്, അതായത് നമ്മളുടെ സ്കിൽ അനലൈസ് ചെയ്യുന്ന ലിസണിങ്ങും സ്പീക്കിംഗ് ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലാക്കാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് സെഷൻ. ലിസണിങ് മൊഡ്യൂളിലേക്കും കൂടി നമുക്ക് സ്കോർ വരുന്നുണ്ട്. ആൻഡ് ടൈം ടു സ്പീക്ക് വിച്ച് മീൻസ് 20 മിനിറ്റ് ഓഫ് റെക്കോർഡിംഗ് ടൈം ആണ് വരുന്നത്. സ്പീക്കേഴ്സ് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് 1 കൂടുതൽ സ്പീക്കേഴ്സ് അതിലുണ്ടാകും. ദെൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 2 or 3 ക്വസ്റ്റ്യൻസ്. ഇതാണ് ബേസിക്കലി ആ ഒരു ടാസ്കിനെ കുറിച്ചുള്ളത്. ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ടാസ്ക്. ഇനി ടാസ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ടാസ്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, യു വിൽ ഹിയർ എ ഗ്രൂപ്പ് ഡിസ്കഷൻ ദാറ്റ് ഇസ് മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ്. ഐ എം ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഒന്നിൽ കൂടുതൽ സ്പീക്കേഴ്സ് അതിലുണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ സ്പീക്കേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ അതിൽ കേൾക്കുന്നുണ്ടാവുക. യു മസ്റ്റ് സമ്മറൈസ് ദ മെയിൻ ഐഡിയാസ്. അതായത് ആ ഒരു ഡിസ്കഷനിൽ 3 മൾട്ടിപ്പിൾ സ്പീക്കേഴ്സ് പറയുന്ന കാര്യങ്ങൾ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതിനകത്തുള്ള മെയിൻ ഐഡിയാസ് നമ്മൾ സമ്മറൈസ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഡു നോട്ട് ഗീവ് പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് അതിനകത്തുള്ള ഗ്രൂപ്പ് ഡിസ്കഷനിലുള്ള ആ സ്പീക്കേഴ്സ് പറഞ്ഞാൽ അതിൽ ആ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ്
സ്പീക്കേഴ്സ് പറഞ്ഞിട്ടുള്ള ഐഡിയാസ് ആണ് നമ്മൾ സമ്മറൈസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻ, നമ്മളുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനിൽ അത് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ ഡു നോട്ട് എന്നെടുത്ത് പറയുന്നത്. ഡു നോട്ട് ഗീവ് പേഴ്സണൽ ഒപ്പീനിയൻ, വിച്ച് മീൻസ് നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻ്റർപ്രിട്ടേഷൻ വഴി പറയാൻ നിൽക്കരുത്. ആ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് 3 സ്പീക്കേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു മെയിൻ ഐഡിയാസ് ആണ് നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയേണ്ടത്. നമ്മളുടേതായിട്ടുള്ള ഐഡിയാസ് അതിൽ ആഡ് ഓൺ ആക്കേണ്ട കാര്യം ഇല്ല. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വൈൽ ലിസണിങ്. ഇനി ആ ഒരു ഓഡിയോ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫോക്കസ് ഓൺലി ഓൺ, അതായത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗ്രൂപ്പ് ഡിസ്കഷൻ കേൾക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻ ടോപ്പിക് എന്താണെന്നുള്ളത് ഫോക്കസ് ചെയ്യുക. 2-3 കീ പോയിന്റ്സ്, അതായത് 2-3 കീ പോയിന്റ്സ്, അതിനകത്ത് ആ 3 സ്പീക്കേഴ്സ് പറയുന്ന 3 സ്പീക്കേഴ്സും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്നും 2-3 കീ വേർഡ്സുകൾ അല്ലെങ്കിൽ കീ പോയിന്റ്സുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഡിസഗ്രിമെൻറ്റ്, എഗ്രിമെൻ്റ് ഓർ ഡിസഗ്രിമെൻറ്റ്, അതായത് ഗ്രൂപ്പ് ഡിസ്കഷൻ ആകുമ്പോൾ നമുക്കറിയാം എഗ്രിമെൻറ്റും ഡിസഗ്രിമെൻറ്റും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് സ്പീക്കർ പറഞ്ഞത് ആളുടെ വ്യൂ പോയിന്റ്, മേ ബി സെക്കൻഡ് സ്പീക്കറോ തേർഡ് സ്പീക്കറോ അത് ചിലപ്പോൾ 2 പേരും ഡിസഗ്രി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ എഗ്രി ചെയ്യുന്നുണ്ടാകാം, മറ്റൊരാൾ ഡിസഗ്രി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൽ ആരാണ് എഗ്രിമെൻറ്റ് ഡിസഗ്രിമെൻറ്റ് പറയുന്നതെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം ഒന്നിൽ കൂടുതൽ സ്പീക്കേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ we have to identify the sound modulation each and every speaker. ഓക്കെ, ഓരോ സ്പീക്കറിൻ്റെയും സൗണ്ട് മോഡുലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം സ്പീക്ക് ചെയ്യുന്ന സമയത്ത്. എഗ്രിമെൻറ്റ് ഡിസഗ്രിമെൻറ്റ് നോക്കുക. ദെൻ ഫൈനൽ കൺക്ലൂഷൻ ഓർ സജഷൻ. ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺക്ലൂഷൻ കിട്ടില്ല, എന്നാൽ അവർ പറഞ്ഞു വെക്കുന്നത് എന്താണോ അത് കറക്റ്റായിട്ട് പറയുക. ദെൻ ഇഗ്നോർ എക്സാമ്പിൾ, റിപ്പിറ്റേഷൻ, മൈനർ ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ഇതിൽ നിന്ന് ലിസൺ ചെയ്യുമ്പോൾ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്തുള്ള 2-3 കീ പോയിന്റ്സ്, മെയിൻ പോയിന്റ്, എഗ്രിമെൻറ്റ് ഡിസഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ലിസൺ ചെയ്യുക. നമ്മൾ അതിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ മേ ബി അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മേ ബി എന്തെങ്കിലും എക്സാമ്പിൾസ് പറയുന്നുണ്ടാകാം, അത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. ആ എക്സാമ്പിൾസ് നമുക്ക് ആവശ്യമില്ല, അവർ പറയുന്ന കീ പോയിന്റ് എടുത്താൽ മതി. എക്സാമ്പിൾ അല്ലെങ്കിൽ റിപ്പിറ്റേഷൻ, ചിലപ്പോൾ വീണ്ടും ഫസ്റ്റ് സ്പീക്കർ പറഞ്ഞത് സെക്കൻഡ് സ്പീക്കർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് ആളുടെ വ്യൂ പോയിന്റ് പറയുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന റിപ്പിറ്റേഷൻസ്, പിന്നെ മൈനർ ആയിട്ടുള്ള മേ ബി എന്തെങ്കിലും ചെറിയതായിട്ടുള്ള മൈനർ ഡീറ്റെയിൽസ് നമ്മൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക. ദെൻ യൂസ് കീ വേർഡ്സ് നോട്ട് ഫുൾ സെൻറ്റൻസസ്. ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ് എടുക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. കീ പോയിന്റ് വിച്ച് മീൻസ് ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് പറയുന്ന മെയിൻ ഐഡിയാസ് മാത്രം നമ്മൾ ക്യാച്ച് ചെയ്യുക, അതല്ലാത്തത് നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ ലിസൺ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ലാംഗ്വേജ് ടിപ്സ്, കുറച്ച് ലാംഗ്വേജ് ടിപ്സ്, അതായത് സ്പീക്ക് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ, പറയുകയാണ്. അപ്പോൾ ലാംഗ്വേജിൽ വരുത്തേണ്ട കുറച്ച് ട്രിക്ക് ഉണ്ട്. യൂസ് സിമ്പിൾ ഗ്രാമർ, സിമ്പിൾ ആയിട്ടുള്ള അധികം കോംപ്ലിക്കേറ്റഡ് ആക്കാത്തുള്ള തരത്തിലുള്ള സിമ്പിൾ ഗ്രാമർ യൂസ് ചെയ്യുക. യൂസ് റിപ്പോർട്ടഡ് സ്പീച്ച്, അതായത് റിപ്പോർട്ടഡ് സ്പീച്ച് ഇവിടെ നമുക്ക് കൂടുതലായിട്ടും വരും. ദ സെക്കൻഡ് സ്പീക്കർ സെഡ് ദാറ്റ്, ദ ഫസ്റ്റ് സ്പീക്കർ സെഡ് ദാറ്റ്. അപ്പോൾ ആ ഒരു സെഡ് ദാറ്റ് എന്നുള്ളത് ആൾ പറഞ്ഞതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചൊക്കെ നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ സിമ്പിളായിട്ടുള്ള ഗ്രാമർ ടെക്നിക്ക്, ഗ്രാമർ ഉപയോഗിക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച് ഉപയോഗിക്കുക. പ്രിഫർ പ്രസൻറ്റ് ടെൻസ്, കംപ്ലീറ്റ്ലി ആ ഒരു പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അകത്ത് എന്താ പറയുക, ടെൻസ് ചേഞ്ചസ് വരുമ്പോൾ മൊത്തത്തിൽ കോംപ്ലിക്കേറ്റഡ് ആവും. ആൻഡ് ഓൾസോ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില ഗ്രാമാറ്റിക്കൽ റൂൾസ് അപ്ലൈ ചെയ്ത് വരുമ്പോൾ വീണ്ടും ഒരുപാട് കോംപ്ലിക്കേഷൻ വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഫ്ലുവൻസി, പ്രൊനൗൺസിയേഷൻ, കോണ്ടന്റ് വൈസ് എല്ലാം നമുക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കുക. ദെൻ യൂസ്ഫുൾ ഫ്രേസസ്, അതായത് ഇതിനകത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ഫ്രേസസ്. ദ സ്പീക്കേഴ്സ് ഡിസ്കസ്ഡ്, അല്ലെങ്കിൽ ദേ എഗ്രീഡ് ദാറ്റ്, സം പാർട്ടിസിപ്പൻസ് ഫെൽറ്റ് ദാറ്റ്, ഓവറോൾ ദ ഡിസ്കഷൻ സജസ്റ്റഡ്. ഓവറോൾ ദ ഡിസ്കഷൻ സജസ്റ്റഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കൺക്ലൂഷൻ ലെവലിലേക്ക് വരുമ്പോൾ പറയാം. അല്ലെങ്കിൽ സം പാർട്ടിസിപ്പൻസ് ഫെൽറ്റ് ദാറ്റ്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് മേ ബി കുറച്ച് പാർട്ടിസിപ്പൻസ് അതിനകത്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ദേ എഗ്രീഡ് ദാറ്റ്, അവർ എഗ്രി ചെയ്യുന്നു.
ദ സ്പീക്കേഴ്സ് ഡിസ്കസ്ഡ് എന്താണെന്നുള്ളത് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു പോയിന്റ് റിലേറ്റ് ചെയ്തിട്ട് പറയാം. ഇപ്പോൾ ഈ പറയുന്ന ദ സ്പീക്കേഴ്സ് ഡിസ്കസ്ഡ്, ദേ എഗ്രീഡ് ദാറ്റ്, സം പാർട്ടിസിപ്പൻസ് ഫെൽറ്റ് ദാറ്റ്, ഓവറോൾ ദ ഡിസ്കഷൻ സജസ്റ്റഡ്. ഈ പറയുന്ന കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അപ്പോൾ തന്നെ ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസുകളാണ്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രേസസ് ഉപയോഗിച്ച് വരുമ്പോൾ മൊത്തത്തിൽ നമ്മൾ പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആവേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഇസ് സ്പീക്കിംഗ് ടിപ്സ്. ഓക്കെ, നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ ഉള്ള കാര്യം പറഞ്ഞു. അത് ലിസണിങ്ങും സ്പീക്കിങ്ങും സ്കില്ലും അനലൈസ് ചെയ്യുന്നതുകൊണ്ട് രണ്ടും നമ്മൾ പറയണം. സ്പീക്കിംഗ് ടിപ്സിലേക്ക് വരുമ്പോൾ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇമ്മീഡിയറ്റ്ലി, ഡോണ്ട് വെയിറ്റ്. അതായത് ആ ഒരു ഓഡിയോയിന് ശേഷം നമുക്കൊരു 10 സെക്കൻഡ് പ്രിപ്പറേഷൻ ടൈം വരുന്നുണ്ട്. ആ 10 സെക്കൻഡിൽ നമ്മൾ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾ, നമ്മൾ നോട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർഡർ വൈസ് നമ്മൾ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പോൾ 3 സെക്കൻഡ് റൂൾ ഉള്ളത് കൊണ്ട് 10 സെക്കൻഡ് പ്രിപ്പറേഷൻ ടൈം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഓണാവും, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടി വരും. അപ്പോൾ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇമ്മീഡിയറ്റ്ലി, ഡോണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. ആ ഓഡിയോ ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സ്പീക്ക് ക്ലിയർലി ആൻഡ് സ്റ്റഡിലി. അതായത് നമ്മളുടെ 3 ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ടും സ്റ്റഡി ആയിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും നമ്മളുടെ പോയിന്റ് കൃത്യമായിട്ട് പറയുക. നോ ലോങ് പോസസ്. ഒരുപാട് നേരം നമ്മൾ പോസ് ചെയ്ത് നിർത്തിയിട്ട് പറയാൻ നിൽക്കരുത്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഓറൽ ഫ്ലുവൻസിനെയാണ് ബാധിക്കുന്നത്. ഡോണ്ട് സെൽഫ് കറക്റ്റ് ടു മച്ച്. അതായത് സെൽഫ് കറക്റ്റ് ചെയ്യരുത്. അത് വീണ്ടും അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കരുത്. അപ്പം ഒരുപാട് സമയം അത് തന്നെ വെച്ച് സെൽഫ് കറക്റ്റ് ചെയ്യാതിരിക്കുക. ഇനി ഫ്ലുവൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ആക്സെൻറ്റ്. ഇവിടെ നമുക്ക് ഫ്ലുവൻസി കയറണം എന്ന് വിചാരിച്ചിട്ട് ആക്സെൻറ്റ് ആഡ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. അത് സ്പീക്കിങ്ങിൻ്റെ ഒരു സെഷൻസിൽ നമ്മൾ ആക്സെൻറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. നമ്മൾ നോർമലി എങ്ങനെ ഇംഗ്ലീഷ് പറയുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാൻ ശ്രമിക്കുക. ആക്സെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ വീണ്ടും ക്ലാരിറ്റി ഇഷ്യൂസ് വരും, ഫ്ലുവൻസി ഇഷ്യൂസ് വരും. അങ്ങനെ ചിലപ്പോൾ വേർഡ്സ് കറക്റ്റായിട്ട് ക്ലാരിറ്റി വരില്ല. അങ്ങനെ വരുമ്പോൾ പ്രൊനൗൺസിയേഷൻ താഴേക്ക് പോകും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ട് ഫ്ലുവൻസി ആണ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നോട്ട് ആക്സെൻറ്റ്. ആക്സെൻറ്റിനല്ല ഇമ്പോർട്ടൻസ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സ്പീക്ക് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ദെൻ സ്കോറിംഗ് ഫോക്കസ്. ഐ എം ഓൾറെഡി ടോൾഡ് യു ദാറ്റ് PT നമ്മൾ ചെക്ക് ചെയ്യുന്നത് സ്പീക്കിങ്ങിലെ എല്ലാ സെഷൻസും നമുക്ക് ചെക്ക് ചെയ്യുന്നത് കോണ്ടൻറ്റ്, ദാറ്റ് ഇസ് മെയിൻ ഐഡിയ. അതിൽ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ പറഞ്ഞേക്കുന്ന 2-3 കീ പോയിന്റ് എടുക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ് നമ്മൾ എടുത്ത് പറയുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള കോണ്ടൻറ്റിനുള്ള സ്കോർ കയറുണ്ടാവും. ആൻഡ് ഫ്ലുവൻസി വിച്ച് മീൻസ് ഓറൽ ഫ്ലുവൻസി, കറക്റ്റായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് കാം ആൻഡ് സ്റ്റഡിയിൽ മോഡറേറ്റ് സ്പീഡ് കീപ്പപ്പ് ചെയ്ത് പറയുമ്പോൾ തന്നെ ഫ്ലുവൻസി നന്നായിട്ട് വരും. ആൻഡ് പ്രൊനൗൺസിയേഷൻ, ഈച്ച് ആൻഡ് എവറി വേർഡ് ഷുഡ് ബി ഇൻ എ ക്ലാരിറ്റി. എല്ലാവരും വളരെ ക്ലാരിറ്റിയോടുകൂടി പറയണം. പിന്നെ കോഹിഡൻസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കൂടുതലായിട്ട് PTയിൽ ഈ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന സ്കോറിംഗ് ഫോക്കസ് വരുന്നത്. ഇതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്പീക്കിംഗ് സ്കോർ വരാം. ദെൻ കോമൺ മിസ്റ്റേക്സ് ടു അവോയ്ഡ്. അതായത് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ചില തെറ്റുകൾ വരുത്തുന്നുണ്ട്. അത് കറക്റ്റായിട്ട് അവോയ്ഡ് ചെയ്ത് പോവുക. ഒന്ന്, ഗിവിങ് യുവർ ഓൺ ഒപ്പീനിയൻ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഡു നോട്ട് ഗീവ് യുവർ ഒപ്പീനിയൻ. നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻ നമ്മളുടെ ഓൺ വേർഡ്സിൽ ആ ഒരു വോയിസ് കേട്ടിട്ട് നമ്മളുടേതായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷനിൽ പറയണ്ട. അപ്പോൾ ഗിവിങ് യുവർ ഓൺ ഒപ്പീനിയൻ, നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത് ഒഴിവാക്കുക. അത് ചിലവർ ചെയ്യുന്നുണ്ടാകാം. നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻ, അതായത് 2 മിനിറ്റ് അല്ലേ സമയം വരുന്നത്, അപ്പോൾ കറക്റ്റായിട്ട് അത് പറഞ്ഞ് തീർക്കണമല്ലോ എന്ന് ഉദ്ദേശിച്ചിട്ട് മേ ബി നമ്മളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാം. സ്പീക്കിംഗ് ടു ലോങ് ഓർ ടു ഷോർട്ട്, അതായത് വളരെ ലോങ് ആയിട്ട് ഇങ്ങനെ വായിച്ച് പോവുക, അല്ലെങ്കിൽ പറഞ്ഞു പോവുക, അല്ലെങ്കിൽ വളരെ സ്പീഡായിട്ട് പോവുക, അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ട് ചിലപ്പോൾ 15 സെക്കൻഡ് താഴെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്കോർ കുറയുന്നുണ്ട്. അപ്പോൾ അത്രയും പോരുത്. ആക്ച്വലി നമുക്ക് ടൈം വരുന്നത് 2 സെക്കൻഡ്സ് അല്ലേ. ആ 2 മിനിറ്റാണ് വരുന്നത്. ആ 2 മിനിറ്റിലൊരു അറ്റ്ലീസ്റ്റ് ഒരു 1.5 മിനിറ്റ് കൃത്യമായിട്ട് പറഞ്ഞാലാ നമുക്ക് അതിനനുസരിച്ചുള്ള സ്കോർ വരുള്ളൂ. അപ്പോൾ വളരെ ലോങ് ആയിട്ടോ അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടോ വായിക്കാൻ സ്പീക്ക് ചെയ്യരുത്. മിസ്സിങ് ദ മെയിൻ ടോപ്പിക്, അതായത് മെയിനായിട്ട് നമ്മൾ പോയിൻ്റൊക്കെ എഴുതിയെടുക്കും, പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ മേ ബി മെയിൻ ആയിട്ടുള്ള ടോപ്പിക് അതിനകത്ത് വന്നിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യരുത്.
മെയിൻ ആയിട്ടുള്ള റെലവൻറ്റ് ഐഡിയ അതിൽ വരണം, അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പറയാൻ. അപ്പോൾ മിസ്സിങ് ദ മെയിൻ ഐഡിയ, മെയിൻ ടോപ്പിക്, മെയിൻ ആയിട്ടുള്ള ടോപ്പിക് എന്താണെന്നുള്ളതിൻ്റെ, അപ്പോൾ അവിടെ തന്നിരിക്കുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കരുത്, കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെ നമ്മൾ പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ, ഈ മിസ്റ്റേക്സ് ഒക്കെ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യുക. ഗിവിങ് യുവർ ഓൺ ഒപ്പീനിയൻ, സ്പീക്കിംഗ് ടു ലോങ് ഓർ ടു ഷോർട്ട്, മിസ്സിങ് ദ മെയിൻ ടോപ്പിക്. ഓക്കെ ദെൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത്. അത് കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പം ഞാൻ പറഞ്ഞു ലാംഗ്വേജ് എങ്ങനെ യൂസ് ചെയ്യണം, സിമ്പിൾ ഗ്രാമർ യൂസ് ചെയ്യുക. അപ്പം അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യുക, ടാസ്ക് എങ്ങനെയാണ് സ്കോർ കോൺട്രിബ്യൂഷൻ വരുന്നത്, എങ്ങനെയെല്ലാം നമ്മൾ ഏത് വഴിയിലൂടെ സിമ്പിളായിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു പോകാമെന്നുള്ളതാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ഓൺ യുവർ കോമൻറ്റ് സെക്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ടിപ്സിനായി പ്ലീസ് ഫോളോസ് ഫോർ മോർ. താങ്ക് യു.